ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിഷ്ഠ PSCയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇന്ന് നടന്നിട്ടുള്ള LDC പാലക്കാട് ആലപ്പുഴ ജില്ലയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ പ്രൊവിഷണൽ ആൻസർ കീയുമായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പം കഴിഞ്ഞ ജില്ലകളെ വെച്ച് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തേത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സാം തന്നെയായിരുന്നു. വലിയ ഒരു കൺഫ്യൂഷൻ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് പല ക്വസ്റ്റ്യൻസും ഉള്ളത്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഇത് മൂന്നും നല്ല ഈസി തന്നെയാണെന്ന് നമുക്ക് പറയാം. ഹിസ്റ്ററി ഒക്കെ ഇത് ഇത്തിരി പ്രശ്നങ്ങളൊക്കെ അവിടെ ഇടയ്ക്കായിട്ട് കാണുന്നുണ്ട്. എന്നാലും കഴിഞ്ഞ ദിവസത്തേനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈസി തന്നെയാണ്. ഓക്കെ, അപ്പം ആദ്യത്തെ നമുക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗം അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. AV കുട്ടിമാളുവമ്മ, അക്കാമ ചെറിയാൻ, ആനി മെസ്കിന്, ടി സുനന്ദാമ എന്തിന്റെ ഭാഗമല്ല? ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയല്ല. ഇനി വന്ദേമാതരം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളത്. വന്ദേമാതരം നമ്മളുടെ ഗാനം അല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്, പത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഉറുദു പത്രമാണ്. ആരുടെയാണ് വന്ദേമാതരം പത്രം വരുന്നത്? ലാലാ ലജ്പത് റായിയുടെയാണ് കേട്ടോ. ലാലാ ലജ്പത് റായിയുടെ ഉറുദു പത്രമാണ് വന്ദേമാതരം. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യൻ ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. നമുക്കറിയാം, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ചാപ്റ്റർ വരുന്നുണ്ട്. 10th സ്റ്റാൻഡേർഡിൽ വേൾഡ് ഹിസ്റ്ററിയിൽ വരുന്ന ഒരു ചാപ്റ്ററാണ്. അതിൽ കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഈ ജോൺ ലോക്ക് എന്ന് പറയുന്നത്. ജോൺ ലോക്കിന്റെ വാക്കുകളാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പം അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഞാൻ രാവിലെ ഒരു മെസ്സേജ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ നോക്കി പോകണം എന്നുള്ള. അതിൽ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമായിരുന്നു ഈ വേൾഡ് റെവല്യൂഷന്റെ ഭാഗങ്ങളും ആൾക്കാരും ഒന്ന് നോക്കി പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഈ ഒരു ജോൺ ലോക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. ഇനി അതേപോലെ തന്നെ അതേ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളതാണ് സന്യാസനെ കുറിച്ചുള്ളത്. അദ്ദേഹത്തിന്റെ തത്വങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നതാണ് സന്യാസന്റെ തത്വങ്ങളായിട്ട് വരുന്നത്. സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് അവിടെ പറയുന്നില്ല. ഓക്കെ, അപ്പം വരുന്നത് ഏതൊക്കെയാണ്? 1, 2, 3 ആണ്. സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി UN ഇപ്പോൾ എത്ര അംഗങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 193 നമ്മൾ UN കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏതാണ്? അത് നാങ്കിങ് ഉടമ്പടിയാണ്. ഹോഴ്സസ് ലാറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്നത് അത് ഏതാണ്? അത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. ഓക്കെ, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ് നമ്മൾ ഹോഴ്സസ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ജിയോഗ്രഫിയിൽ വരുന്ന ഒരു ഭാഗമാണ്, എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗമാണ്, അതൊന്ന് നോക്കാം കേട്ടോ. സൂര്യൻ ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് എന്താണ് എന്നാണ്. സൂര്യനും ഭൂമിയും അടുത്തായി വരുന്നതിനാണ് നമ്മൾ പെരിഹീലിയൻ എന്ന് പറയുന്നത്. അപ്പൊ പെരിഹീലിയൻ ഡേ എന്നാണ്? അത് January 3 ആണ്. ഓക്കെ, January 3 പെരുത്തിഷ്ടമാണ് എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക. January 3 പെരിഹീലിയൻ ഡേ ആണ്. അതായത് ഏറ്റവും അടുത്ത് സൂര്യനും ഭൂമിയും വരുന്ന ദിവസമാണ് പെരിഹീലിയൻ ഡേ. അതേപോലെയാണ് July 4th എന്ന് പറയുന്നത് എഫീലിയൻ ഡേ ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അത് എന്താണ്? സൂര്യനും ഭൂമിയും ഏറ്റവും അകലെയുള്ള ദിവസമാണ് July 4th എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ആർദ്രതയാണ് കേട്ടോ, ആർദ്രതയാണ്. ഓക്കെ, അന്തരീക്ഷ പാളിയിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. നമുക്ക് അടുത്തത് അതിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനീകരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ്. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അത് ഹൈദരാബാദാണ്. ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ദേശീയ ജലപാത 4 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ബ്രാഹ്മണി, മഹാനദി, ഡൽഹിയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ജലപാത 4. പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവ്. ഓക്കെ, പരിക്രമണ തലം കുറച്ച് ഡീറ്റെയിൽ അങ്ങനെ കുറച്ചൊരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. അത് 66.5 ആണ് കേട്ടോ ചോദിക്കുന്നത്. ഭൂമിയുടെ അക്ഷാംശീയ കോണീയ അളവ് അത് 66 ഡിഗ്രിയാണ്. ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് NSSO നടത്തുന്ന സർവേയുടെ ഭാഗം അല്ലാത്തത് ഏതാണ്? അവർ നടത്തുന്നതാണ് തൊഴിലില്ലായ്മ സർവേ, ഉപഭോക്തൃ ചെലവ് സർവേ, സാമ്പത്തിക സെൻസസ് ഒക്കെ ചെയ്യുന്നത് NSSO ആണ്. പക്ഷെ ദേശീയ കുടുംബാരോഗ്യ സർവേ നടത്തുന്നത് അവരല്ല. ഇനി ഉദാരവൽക്കരണത്തിന്റെ നയത്തിന് കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യാവസായികവും ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അതൊട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് NCERT ആ ഒരു ചാപ്റ്റർ, അതൊന്ന് നോക്കാം കേട്ടോ. ഇനി അടുത്തത്, ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ 2ാമത്തെ വലിയ ബാങ്കായിട്ട് മാറിയിട്ടുള്ളത്? അത് ബാങ്ക് ഓഫ് ബറോഡയാണ്. ഇനി ഇന്ത്യൻ സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ് മേക്ക് ഇൻ ഇന്ത്യ? നമ്മളുടെ ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് മേക്ക് ഇൻ ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അഥവാ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക എന്ന രീതിയിലാണ് ആക്ച്വലി ഇത് വരുന്നത്. അങ്ങനെ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി ഒരു രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കരമേഖല, വായുമേഖല, തീരപ്രദേശം ഒക്കെ തന്നെ വരും. ഓക്കെ, ഒരു രാജ്യത്തിന്റെ തീരത്ത് നിന്നും 12 നോട്ടിക്കൽ മൈലിന് അപ്പുറമുള്ള സമുദ്ര മേഖല എന്തിൽ വരില്ല? നമ്മുടെ ഭൂപ്രദേശത്തിൽ വരില്ല. 12 മൈലിന് ഇപ്പുറമുള്ളത് മാത്രമാണ് എന്ത് വരുന്നത്? നമ്മുടെ ഭൂപ്രദേശത്തിൽ വരുന്നത്. ഇതൊക്കെ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ.
ഓക്കെ. ഇനി ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഉൾപ്പെടുത്താനാകാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഭൂപ്രദേശം അടിസ്ഥാന ഘടകമാണ്, ജനങ്ങൾ അടിസ്ഥാന ഘടകമാണ്, പരമാധികാരം അടിസ്ഥാന ഘടകമാണ്, പക്ഷേ ജനാധിപത്യം അടിസ്ഥാന ഘടകം അല്ല. താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം, സാർവത്രിക പ്രായപൂർത്തി, വോട്ടവകാശം. ഈ 3 കാര്യങ്ങളാണ് രാഷ്ട്രീയ അവകാശത്തിൽ വരുന്നത്. ഇനി ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു? അവർ എക്സിക്യൂട്ടീവ് വിഭാഗമാണ്, കാര്യനിർവഹണ വിഭാഗത്തിലാണ് ഉദ്യോഗസ്ഥ വൃന്ദം വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം രാജ്യസഭാ സ്പീക്കർ സ്ഥാനം വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്, കറക്റ്റ് ആണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല, തെറ്റാണല്ലേ, അത് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭാ അംഗങ്ങൾ 5 വർഷത്തിലേക്കാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്, അങ്ങനെയല്ല, 6 വർഷത്തേക്കാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഇനി രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ്, ജനങ്ങളുടെ പ്രതിനിധി സഭയല്ല, നമ്മുടെ സംസ്ഥാനത്തിന്റെ സഭയായിട്ടാണ് നമ്മൾ എന്തിനു പറഞ്ഞ രാജ്യസഭയെ പറയുന്നത്. ശ്രീ വി മുരളീധരൻ MP കേന്ദ്ര ഗവൺമെന്റിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? അദ്ദേഹം സഹമന്ത്രിയാണ്. ഓക്കെ, സഹമന്ത്രിയാണ് വി മുരളീധരൻ എന്ന് പറയുന്നത്. ഇനി സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജസ്റ്റിസ് ഹരിലാൽ ജെ കെനിയ ആയിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്. ഇനി സുപ്രീം കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ളത് AG ദേശായി ആണ്, ആണോ? അല്ല. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? DY ചന്ദ്രചൂഡാണ്. DY ചന്ദ്രചൂഡാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതി ആണ് ഏത്? സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ ശരിയാണ്. ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നത് സുപ്രീം കോടതി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, അങ്ങനെ നമ്മൾ പറയുന്നില്ല. ഓക്കെ, ഓപ്ഷൻ C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ്. ഓർത്തിരിക്കുക കേട്ടോ. ഇനി താഴെ പറയുന്നവയിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായിട്ടുള്ള അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായിട്ട് പ്രതിമാസ ധനസഹായം കൊടുക്കുന്നത്? അത് ജനനി ജന്മരക്ഷയാണ്. കല്ലേൽ പൊക്കുടൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഏത് മേഖലയിലാണ് പ്രമുഖ സാന്നിധ്യമായിരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കല്ലേൽ പൊക്കുടൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നതാണ് കണ്ടൽക്കാടുകളുടെ കുറിച്ചിട്ട്. അപ്പോൾ ഓപ്ഷൻ B ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ എപ്പോഴും അത് CM ആയിരിക്കും. അപ്പൊ നിലവിൽ നമ്മുടെ CM പിണറായി വിജയനാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധം ഇല്ലാത്ത വസ്തുതകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഓപ്ഷൻ C ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, തെളിനീരൊഴുകും നവകേരള പദ്ധതി ലക്ഷ്യമിടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജലാശയങ്ങളെ മാലിന്യമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു തെളിനീരൊഴുകും നവകേരള പദ്ധതി എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ B ആണ്. ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിന്റെ ലോഗോ ആയിട്ടാണ് കാണുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കുടുംബശ്രീയുടെ ലോഗോ ആണ്, ഒന്നായി മുന്നേറാം എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിൽ ഡോപമീൻ എന്ന നാടീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ, പേശികളുടെ ക്രമരഹിതമായിട്ടുള്ള ചലനം, ശരീര തുലന നില നഷ്ടപ്പെടുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു. ഈ ഒരു രോഗം എന്ന് പറയുന്നത് അത് പാർക്കിൻസൺസ് രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. ഓക്കെ, ഇനി താഴെ പറയുന്നവയിൽ തൊഴിൽജന്യ രോഗം അല്ലാത്തത്? ഓക്കെ, സിലിക്കണുമായിട്ട് അമിതമായിട്ട് എക്സ്പോസ് ആയാലുണ്ടാവുന്നതാണ്. ഇനി ന്യൂമോകോണിയോസിസ്, അതും അതേപോലെ തന്നെ തൊഴിൽജന്യ രോഗമാണ്. ആസ്ബസ്റ്റോസിന്റേതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോറിയാസിസ് എന്ന് പറയുന്ന ഒരു സ്കിൻ ഡിസീസ് ആണ്, അത് ഒരു തൊഴിൽജന്യ രോഗമല്ല. ഓക്കെ, അപ്പം ഓപ്ഷൻ B ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനം ആണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേത രക്താണുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോണ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? വിഴുങ്ങുന്നത് എന്ന് ഓർത്തിരിക്കുക. മോണോസൈറ്റ്, ന്യൂട്രോഫിൽ കേട്ടോ. മോണോസൈറ്റും ന്യൂട്രോഫിൽ, പുതിയ മോണ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? രോഗാണുക്കളെയൊക്കെ വിഴുങ്ങുന്നത്. അപ്പൊ ന്യൂ ഇവിടുന്ന് കിട്ടി, മോണ ഇവിടുന്ന് കിട്ടി. ഒക്കെ മോണോസൈറ്റും ന്യൂട്രോഫിലും. ഇനി DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കാഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം. റേച്ചൽ കാഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല, നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിംഗ് ആണ്. ഇനി സ്ഥൂലധാതുക്കൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്ഥൂലധാതുക്കൾ ഏതൊക്കെയാണ്? കാൽഷ്യം, പൊട്ടാഷ്യം, ക്ലോറൈഡ്, സോഡിയം, ഇതൊക്കെയാണ് സ്ഥൂലധാതുക്കൾ എന്ന് പറയുന്നത്. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയോ ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്നേഹപൂർവ്വമാണ്. ഓക്കെ, സ്നേഹപൂർവ്വം. പുൽമേടുകളും വന്യജീവികളും സംരക്ഷിക്കുന്നതിനായിട്ട് മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവിന്റെ പേര് അത് അറ്റ്പാടി എന്നാണ് കേട്ടോ. അറ്റ്പാടി എവിടെയാണ് വരുന്നത്? മഹാരാഷ്ട്രയിൽ വരുന്നതാണ്. പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കൺസർവേഷൻ റിസർവ് ആണ്. പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിലുള്ള സഹകരണ കേന്ദ്രമായി WHO 2024 ജൂൺ 3 ആയുഷ് മന്ത്രാലയത്തിന്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ NIIMH ഹൈദരാബാദിനെയാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുള്ളത് എന്ന് ഓർത്തിരിക്കുക. പ്രകാശരശ്മി ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസം ഏതാണ്? അത് വിസരണമാണ് കേട്ടോ. വിസരണമാണ്.
ഇനി ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടന്റെ ചലന നിയമം, അത് ഒന്നാം ചലന നിയമമാണ്. ഓക്കെ, ലോ ഓഫ് ഇനേർഷ്യ. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതായിരുന്നു? അത് പാസ്കൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്നത്. ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ, പണ്ട് ഇതിന്റെ പേര് വന്ദേ ഭാരതിന്റെ പഴയ പേരായിരുന്നു ട്രെയിൻ 18 എന്ന് പറയുന്നത്. ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിന്റെ പേര് വിക്രമാണ്. റോവറിന്റെ പേര് എന്തായിരുന്നു? അത് പ്രഗ്യാനാണ് കേട്ടോ, പ്രഗ്യാൻ. ആധുനിക ആവർത്തന പട്ടികയിൽ അറ്റോമിക് നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിന്റെ പേര് അത് ഒഗനസോൺ ആണ്. ഓക്കെ, ഒഗനസോൺ ആണ്. ഏറ്റവും അവസാനം വന്നിട്ടുള്ളത് ഒഗനസോൺ അല്ലേ, അതുകൊണ്ട് അറ്റോമിക് നമ്പർ ഏറ്റവും കൂടിയ മൂലകം അത് ഒഗനസോൺ ആണ്. ഓക്കെ, അപ്പൊ അതൊക്കെ കുറച്ച് തിരിച്ചു വെച്ചാൽ അവസാനം വന്നിട്ടുള്ള മൂലകം ഏതാണ് എന്ന് ചോദിക്കുന്നതിന് പകരം അറ്റോമിക് നമ്പർ ഏറ്റവും കൂടിയിട്ടുള്ള മൂലകം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഓഗനസോൺ ആണ്. ഏത് നിശ്ചിത അനുപാതത്തിൽ ഏതെല്ലാം ഗാഢ ആസിഡുകൾ ചേർത്താണ് എക്വാറീജിയ ലഭിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 1HNO3 3HCl ആണ്. ഓക്കെ, HNO3ന്റെ നൈട്രിക് ആസിഡിന്റെ ഒരു പോർഷനും HCl ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ 3 പോർഷൻസ് കൂട്ടിയിട്ടാണ് എന്ത് വരുന്നത്? അക്വാറീജിയ ഉണ്ടാവുന്നത്. അപ്പം ഹെൻറി മോസ്ലി എന്തായിരുന്നു? അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ പീരിയോഡിക് ടേബിളിനെ വർഗീകരിച്ച വ്യക്തിയാണ് ഹെൻറി മോസ്ലി. ഇനി മെന്റലിയേഫ് ആണെങ്കിൽ അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലാണ്. ന്യൂലാൻഡ്സിന്റെ അഷ്ടക നിയമമാണ്. ഡോബറൈനറിന്റെ ആണെങ്കിൽ ത്രികങ്ങളാണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഏറ്റവും കാഠിന്യമുള്ള ലോഹം ചോദിച്ചാൽ അത് ക്രോമിയമാണ്. ക്രോമിയമാണ്. താഴെ നൽകിയിരിക്കുന്ന ഗ്രാഫുകളിൽ ഏതാണ് ബോയിൽസ് നിയമം അനുസരിക്കാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്? അനുസരിക്കാത്തത് എന്നാണ് കേട്ടോ. ഏതാണ്? അത് PV ആണ്. ഓക്കെ, ഈ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. താഴെ നൽകിയിരിക്കുന്നതിൽ SK പൊറ്റക്കാടിന്റെ രചനകൾ മാത്രം ഉൾപ്പെടുന്നത് ഏതാണ്? വിഷകന്യക, ചന്ദ്രകാന്തം, ബാലിദ്വീപ്, എന്റെ വഴിയമ്പലങ്ങൾ, ഇതെല്ലാം എഴുതിയിട്ടുള്ളത് SK പൊറ്റക്കാടാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അത് ഇദ്ദേഹത്തിന്റെ ആത്മകഥയായിരുന്നു കേട്ടോ. ആത്മകഥയാണ് നമ്മുടെ വഴിയമ്പലങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, വഴിയമ്പലങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ഇനി ഋഷ്യശൃംഖനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചിട്ടുള്ളത് വൈലോപ്പിള്ളിയാണ്. ഓക്കെ, വൈലോപ്പിള്ളിയുടെ നാടകമാണ് ഋഷ്യശൃംഖനും അലക്സാണ്ടറും. ടോക്കിയോ ഒളിമ്പിക്സ് നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ ആ ഒരു താണ്ടിയ ദൂരം ചോദിക്കുന്നു. അതേതാണ്? അത് 87.58 മീറ്റർ ആണ്. 87.58 മീറ്റർ ആണ്. ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ ഭരണാന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ നോവൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അൺടിൽ ഓഗസ്റ്റ് ആണ് കേട്ടോ. അൺടിൽ ഓഗസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അൺടിൽ ഓഗസ്റ്റ്. അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ 2024 ഓസ്കർ പുരസ്കാരം ലഭിച്ച സിനിമ ദ സോങ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, ദ സോങ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ടെലിഗ്രാമിൽ ഒരു റാപ്പിഡ് റിവിഷൻ എല്ലാം ചെയ്ത സമയത്ത് നമ്മൾ ഈ ക്വസ്റ്റൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ ഏതായിരുന്നു? ദ സോങ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെ. ഈ വരികൾ രചിച്ച കവിയെ ചോദിച്ചാൽ അത് അയ്യപ്പ പണിക്കരുടെയാണ് കേട്ടോ. അയ്യപ്പ പണിക്കരുടെയാണ്. രചയിതാക്കളെയും രചനകളെയും തമ്മിൽ ചേരുമ്പടി ചേർക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രാമപുരത്ത് വാര്യരുടെ ഏതായിരുന്നു? അത് കുചേല വൃത്തമാണ് കേട്ടോ. ഇനി കുഞ്ചൻ നമ്പ്യാരുടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതാണ്? കുഞ്ചൻ നമ്പ്യാരുടെ ഘോഷയാത്രയാണ്. സുഭാഷ് ചന്ദ്രന്റേതാണ് ഏത്? പറുദീസ നഷ്ടം. കാളിദാസന്റേതാണ് ഋതുസംഹാരം. അതിൽ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഒരു നെറ്റ്വർക്ക് ഹബിന്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് നെറ്റ്വർക്ക് ഹബ് എന്ന് പറയുന്നത്. അത് ശരിയാണ്. ഡാറ്റ പാക്കറ്റുകൾ സ്വീകർത്താവിന് മാത്രം അയക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ഹബിന് ഒരു ഇൻപുട്ട് പോർട്ടും ഒരു ഔട്ട്പുട്ട് പോർട്ടും ഉണ്ട് എന്ന് പറയുന്നതും തെറ്റാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പമാർഗം ചോദിച്ചാൽ അത് ഏതാണ്? അത് ഫംഗ്ഷൻസ് ആണ് കേട്ടോ. ഓക്കെ, ഫംഗ്ഷൻസ് ആണ്. ഒരു വയർലെസ് റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന ഏത് ഉപകരണമാണ് ഉപയോഗിക്കുന്നത്? അത് വയർലെസ് റിപ്പീറ്റർ ആണ് വരുന്നത്. ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസിന്റെ ഉദാഹരണം ആയിട്ട് പറയുന്നത് അത് മൗസ് ആണ്. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന പോയിന്റിംഗ് ഡിവൈസ് ആണ് മൗസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗൂഗിൾ ക്രോം ആണ്. ഗൂഗിൾ ക്രോം ആണെങ്കിൽ പോക്സോ നിയമം എല്ലാ ഘട്ടത്തിലും ചോദിച്ചൊരു സാധനമായിരുന്നു പോക്സോ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, പോക്സോ നിയമത്തിന്റെ ഏത് വകുപ്പാണ് കുട്ടിയുടെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെ ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വിഭാഗം 14 പറയുന്നത്. ഓക്കെ, വിഭാഗം 14. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം സ്ഥാപിതമായിട്ടുള്ള സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലും നടപ്പിലാക്കുന്നതിലുമാണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്ത സമയത്ത് ഈ ഒരു പോയിന്റ് നമ്മൾ എടുത്തു പറഞ്ഞ ഒരു കാര്യമായിരുന്നു. ഓക്കെ, ഇനി DV എന്ന് പറയുന്നത് ഇവിടെ ഡൊമസ്റ്റിക് വയലൻസ് ആണ് കേട്ടോ. അത് ചിലർക്കെങ്കിലും കുറച്ചൊന്ന് ഓർത്തിട്ടുണ്ടാവും. DV നിയമത്തിൽ ഏത് വകുപ്പിലാണ് ഗാർഹിക പീഡനത്തെ കുറിച്ച് നിർവചിച്ചിട്ടുള്ളത്? അത് വകുപ്പ് 3 നമ്മുടെ ആക്ച്വലി ഇപ്പം 11,000 മുകളിൽ വ്യൂസ് ഉള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഈ ഗാർഹിക പീഡന നിയമത്തിന്റെ വീഡിയോ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഈ ഒരു വിഭാഗത്തിനെ കുറിച്ചിട്ട് എന്താണ് ഇതിൽ പറയുന്നത് എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അടുത്ത ഘട്ടമുള്ളവർ അത് നോക്കാതെ പോവുക ചെയ്യരുത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇനി ഏത് നിയമപ്രകാരമാണ് NHRC സ്ഥാപിതമായിട്ടുള്ളത്? അത് മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 പ്രകാരമാണ്. നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കമ്മീഷന് ചുമത്താൻ പറ്റുന്ന പരമാവധി ശിക്ഷ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 25,000 രൂപയാണ്. ഓക്കെ, 250 to 25,000 വരെയാണ് മാക്സിമം വരുന്നത്.
ഓക്കെ, അപ്പൊ ഏറ്റവും കുറവ് 250 ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് 25,000. വിവരാവകാശ നിയമപ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ഇൻഫർമേഷൻ കമ്മീഷണർമാർ എന്നിവരുടെ പരമാവധി കാലാവധി അത് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് ഏതാണോ ആദ്യം എന്നതാണ്. ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് ഏത് അധികാരമാണ് ഉള്ളത് എന്ന് ചോദിക്കുന്നത് വ്യക്തികളെ വിളിച്ചിരുത്തി ഹാജരാക്കാൻ നിർബന്ധിക്കുകയും സത്യപ്രതിജ്ഞയിൽ വാക്കാലുള്ളതോ രേഖാമൂലമോ ആയ തെളിവുകൾ നൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുക. രേഖകളുടെ കണ്ടെത്തലും പരിശോധനയും ആവശ്യമാണ്. ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖയോ അതിന്റെ പകർപ്പുകളോ ആവശ്യപ്പെടാം. ഇതെല്ലാം തന്നെ ആർക്ക് ചെയ്യാൻ പറ്റും? വിവരാവകാശ കമ്മീഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 3 പെൻസിലുകളും 4 പേനയും കൂടി 66 രൂപ, 6 പെൻസിലും 3 പേനയും ആണെങ്കിൽ 72 രൂപ എങ്കിൽ പേനയുടെ വില എന്ത് എന്നാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 3 പെൻസില് പ്ലസ് 4 പെന്നിന്റെ വില എന്ന് പറയുന്നത് 66 ആണ് എന്ന് പറയുന്നുണ്ട്. 6 പെൻസിലിന്റെതും അതുപോലെ തന്നെ 3 പെന്നിന്റെയും വില എന്ന് പറയുന്നത് 72 ആണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയാവുമ്പോൾ കണ്ടത് നമുക്കൊന്നും കോമൺ ആയിട്ടില്ല, അതുകൊണ്ട് കോമൺ ആയിട്ടൊന്നും വെട്ടിപ്പോവാനില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു ഐറ്റം എങ്കിലും സെയിം ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യം നോക്കുക. ഫസ്റ്റ് ഇവിടെ എന്തായാലും ഇവിടെ ഒരു നമ്പർ ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ അതേ നമ്പർ നമ്മൾ ഇവിടെ ഇൻറ്റു ചെയ്യേണ്ടി വരും. അപ്പൊ ഏറ്റവും നല്ലത് ഇവിടെ 12 ആക്കുക എന്നുള്ളതാണ്. അപ്പൊ 4 × 3 12 ആവും, 3 × 4 ചെയ്തിട്ടുണ്ടെങ്കിൽ 12 ആവും. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഓരോ ഇക്വേഷനെയും ആ ഒരു നമ്പർ ഇട്ടിട്ട് ഇൻറ്റു ചെയ്യാം. അപ്പൊ 4 × 3 ആണ്. അപ്പൊ ടോട്ടൽ ഇതിനെടുത്തിട്ട് 3നെ കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പൊ 3 × 3 എത്ര കിട്ടും? 9 പെൻസിൽസ് പ്ലസ് 4 × 3 12 പെൻസ് എന്ന് കിട്ടും. അതിന്റെ 66 × 9 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 198 എന്ന് കിട്ടും. അടുത്തത് ഇവിടെ നമ്മൾ എന്താ 3 × 4 ആണ് ചെയ്യുന്നത്. അപ്പൊ ടോട്ടൽ ഇതിനെടുത്തിട്ട് 4നെ കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പൊ 6 4s are 24 എന്ന് കിട്ടും. 24 പെൻസിൽസ് പ്ലസ് 12 പെൻസ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? അത് 288 എന്ന് കിട്ടും കേട്ടോ. അപ്പം ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്ത് വിടണം. അപ്പൊ എല്ലാം നമുക്ക് പ്ലസ് ഉള്ളത് നമുക്ക് മൈനസ് ആക്കണം. ഓക്കെ, അപ്പം ഈ +12 -12 ഇവിടെ വെട്ടിപ്പോയി. 24 - 9 ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയാണ്? ഓക്കെ, അത് 15 കിട്ടും കേട്ടോ. 15 പെൻസിൽസ് എന്ന് കിട്ടും. ആൻഡ് ഇത് പോക്കിയിട്ടുണ്ടെങ്കിൽ അത് 90 കിട്ടും. അതായത് 288 198 രണ്ടും മൈനസ് ആണ് വരിക. ഇവിടെ 2 മൈനസ് തന്നെ വരുന്നുണ്ട്. ഓക്കെ, 90. അപ്പൊ 2 സൈഡിൽ മൈനസ് ആയതുകൊണ്ട് അത് 2 കട്ട് ചെയ്തും പോയി. അപ്പൊ 15 പെൻസിൽസിന്റെ വില എന്ന് പറഞ്ഞാൽ 90 ആണ്. അപ്പം ഒരു പെൻസിലിന്റെ വില എന്തായിരിക്കും? 90/15 ചെയ്തിട്ടുണ്ടെങ്കിൽ 6 ആണ്. 6 എന്ന് പറയുന്നത് ഒരു പെൻസിലിന്റെ വിലയാണ്. ഓക്കെ, പെൻസിലിന്റെ വിലയാണ്. ഓപ്ഷനിൽ 6 എന്ന് ഭാഗ്യത്തിന് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ 6 കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ബാക്കിൽ പോയേനെ. ഇനി നമ്മൾ എന്താക്കണം? ഈ ഒരു വാല്യൂ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ. ഇപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ അല്ലേ. അപ്പം 3 പെൻസിൽ പ്ലസ് 4 പെന്ന് = 66 നമുക്ക് അതൊന്ന് ഇട്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം 3 × 6 + 4 പെൻസ് = 66 എന്ന് പറഞ്ഞു. അപ്പം 18 + 4 പെൻ = 4 പെൻ = 66. അപ്പം 4 പെൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 66 - 18 ആണ്. അപ്പം എത്ര വരും? 48 എന്ന് വരും. അപ്പൊ ഒരു പെന്നിന്റെ വില എത്രയാണ്? 48 / 4 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 12 കിട്ടും. അപ്പം ഓപ്ഷൻ ഏതായിരുന്നു? സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി 72 നോക്കുകയാണെങ്കിൽ തീവണ്ടിക്ക് 360 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ 4 മണിക്കൂർ 30 മിനിറ്റ് എടുത്തു എങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ് കൊടുത്തിട്ടുള്ളത്? 360 കിലോമീറ്റേഴ്സ് ആണ് ഡിസ്റ്റൻസ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇത് യാത്ര ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൈം കൊടുത്തിട്ടുള്ളത് 4 hours 30 minutes ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിനെല്ലാം കൂടിയും ടോട്ടൽ എത്ര മിനിറ്റ്സ് ആയിട്ട് മാറ്റാൻ പറ്റും എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, മിനിറ്റ്സ് ആക്കിയിട്ട് അത് നമ്മൾ /60 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര മണിക്കൂർ ടോട്ടൽ എടുത്തു എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പം 4 hours 30 minutes നമുക്ക് എന്താക്കാം? 4 hours നമ്മൾ മിനിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് 4 × 60 + 30 ചെയ്തു. ആൻഡ് അതിനെ അവർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 16 ചെയ്തു. അപ്പോൾ 4 × 60 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 4s are 24 240 + 30/60 എന്ന് വരും. അപ്പം എത്രയാണ്? 270/60 എന്ന് പറയും. അപ്പൊ രണ്ടും കട്ട് ചെയ്ത് പോയി 6ഉം ഇതാക്കിയിട്ടുണ്ടെങ്കിൽ 9ഉം അതുപോലെ തന്നെ 2 വരും. അപ്പൊ 9/2 എന്ന് കിട്ടി. ഓക്കെ, ടൈം 9/2 എന്ന് കിട്ടി. പിന്നെ നമുക്കറിയാം സ്പീഡ് കാണാനുള്ള ഫോർമുല എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം എന്നതാണ് ഫോർമുല വരുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് നമുക്ക് ഓൾറെഡി അറിയാം 360 കിലോമീറ്റേഴ്സ് ആണ്. ആൻഡ് ടൈം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ എത്ര കിട്ടിയിട്ടുണ്ട്? അതായത് ഈ 4 hours 30 minutes എന്നതിന് നമുക്ക് ഫ്രാക്ഷൻ ഫോമിലേക്ക് എഴുതുമ്പോൾ അതിന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? 9/2 എന്ന് പറയാൻ പറ്റും. അപ്പൊ താഴെ നമ്മൾ 9/2 എന്നിട്ടു. ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ എന്താക്കും? മുകളിലോട്ട് കൊണ്ടുവരും. അപ്പം ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, അതായത് റെസിപ്രോക്കൽ ആണ് അവിടെ വരും. അപ്പം 360 × 2/9 എന്ന് വരും. അപ്പൊ 9 4s are 36. അപ്പൊ ഇവിടെ 40 ആയി, ടോട്ടൽ 80 ആയി. അപ്പം 80 ആണ് എന്ത് പറയുന്നത്? km/h ആണ് ഇവിടെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പം ഓപ്ഷൻ ഇവിടെ എന്താണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്.
ഓക്കെ, ഇനി താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളിൽ ഏറ്റവും വലുത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വലുത് എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ എന്താക്കും, ഫസ്റ്റ് തന്നെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനും പരിപാടികളൊക്കെ നോക്കും. ഫസ്റ്റ് തന്നെ ഇതൊന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് മൂന്നും സാധാ ഫ്രാക്ഷൻസ് ആണ് വരുന്നത്. പക്ഷേ 2/1 എന്ന് പറയുന്നത് ഇതൊരു വിഷമഭിന്നമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം വിഷമഭിന്നം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, മോർ ദാൻ 1 ആയിരിക്കും. ബാക്കിയുള്ള ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 2/5 നിങ്ങൾ എടുത്ത് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോയിന്റ് ഒക്കെ വന്ന് എന്തായാലും 1ന് താഴെ മാത്രമേ ആൻസർ വരുള്ളൂ. ഇത് ഏത് കേസ് നോക്കുകയാണെങ്കിലും 2/1 ആണെങ്കിൽ എന്താണ്, 2/1 is equal to always 2, അതായത് മോർ ദാൻ 1 ആണ് അവിടെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇവിടെ വലുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അടുത്തത്, വീടൻ ചായം തേക്കുമ്പോൾ 24 ലിറ്റർ ചായത്തിന്റെ കൂടെ 3 ലിറ്റർ ടർപ്പന്റൈൻ ആണ് ചേർക്കുന്നത്. 32 ലിറ്റർ ചായത്തിന്റെ കൂടെ എത്ര ലിറ്റർ ടർപ്പന്റൈൻ ചേർക്കേണ്ടി വരും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം എന്താണ് ഇത് ചെയ്യാം. ചായം എത്രയുണ്ട്, 24 ലിറ്റർ ചായമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ടർപ്പന്റൈൻ ചോദിക്കുകയാണെങ്കിൽ അത് 3 ലിറ്റർ ടർപ്പന്റൈനും ഉണ്ട്. ഓക്കെ, അപ്പം 24 3 ലിറ്റർ ടർപ്പന്റൈൻ ആണ് ഉള്ളത്. പിന്നെ പറയുന്നുണ്ട് 32 ലിറ്റർ ചായത്തിന്റെ കൂടെ എത്ര ലിറ്റർ ആണ് ടർപ്പന്റൈൻ ചേർക്കുന്നത്. അപ്പൊ 32 ചായത്തിന്റെ കൂടെ എത്ര ലിറ്റർ ടർപ്പന്റൈൻ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്താക്കാം, ഇങ്ങനത്തെ ഒരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ക്രോസ് ചെയ്യുക അല്ലെ ചെയ്യാറ്, ക്രോസ് ചെയ്യും. അപ്പം 24 into t is equal to 32 into 3 എന്ന് നമ്മൾ പറയും. t എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 32 into 3/24. അപ്പൊ അതൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ വരും, 2 വെച്ചിട്ട് സിംപ്ലിഫൈ ആണെങ്കിൽ 12 വന്നു, 16 വന്നു. അതേപോലെ തന്നെ 4 വെച്ചിട്ടാണെങ്കിൽ 4 3s are 12, 4 4s are 16, 3 വെട്ടിപ്പോയി, അപ്പൊ 4 എന്ന് വന്നു. ഓക്കെ, അപ്പൊ 4 ലിറ്റേഴ്സ് എന്ത് വേണം, ടർപ്പന്റൈൻ വേണം 32 ലിറ്റർ ചായത്തിന്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മാത്സ് എനിക്ക് അത്ര അങ്ങനെ പറഞ്ഞു തരാനുള്ള വലിയൊരു വിഷമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് ഒന്ന് ഓടിച്ചിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ കൂടെ തന്നെ അങ്ങ് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 4 വർഷം മുമ്പ് റഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങായിരുന്നു. 2 വർഷം കഴിയുമ്പോൾ അത് 2 മടങ്ങാവും. എന്നാൽ രാമുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ആൻസർ നമുക്ക് നോക്കിയാലോ. ആൾക്കാരുടെ രണ്ടുപേരുടെയും പേര് നോക്കാം നമുക്ക്. റഹീമും രാമുവുമാണ് ഉള്ളത്. നമ്മൾ കഥ തുടങ്ങുന്നത് 4 വർഷം മുൻപാണ്. ഓക്കെ, 4 വർഷം മുമ്പ്. 4 വർഷം മുമ്പത്തെ കഥ എന്താണ്, 4 വർഷം മുമ്പ് റഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന് 3 മടങ്ങായിരുന്നു. അപ്പൊ രാമുവിന്റെ പ്രായം x ആയിരുന്നെങ്കിൽ റഹീമിന്റെ പ്രായം അപ്പൊ എത്രയായിരിക്കും, 3x ആയിരുന്നു. പിന്നെ 2 വർഷം കഴിയുമ്പോൾ എന്ന് പറയുന്നത് എപ്പോഴും പ്രസന്റിൽ നിന്നും 2 വർഷം കഴിയുമ്പോൾ എന്നതാണ്. അപ്പൊ ആദ്യം നമ്മൾ എന്തൊക്കെ പ്രസന്റിലേക്ക് ഒന്ന് കൊണ്ടുവരാം. നൗ അപ്പം അവർക്ക് എത്ര വയസ്സായിരിക്കും, 4 വർഷം മുൻപ് ഇത്രയാണെങ്കിൽ ഇപ്പം എന്ന് പറഞ്ഞാൽ 4 വർഷം കഴിഞ്ഞല്ലോ. അപ്പൊ 3x + 4 രണ്ടുപേർക്കും കൊടുക്കാം, x + 4 ഇനി 2 വർഷം കഴിയുമ്പോൾ എന്താവും, ഇത് റഹീമിന്റെ പ്രായം എന്ന് പറഞ്ഞാൽ രാമുവിന്റെ ഇരട്ടിയാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 2 വർഷം കഴിഞ്ഞാൽ എന്താവും, റഹീമിന്റെ പ്രായം എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, 3x + 4 + 2y. 2 വർഷം കൂടി കഴിഞ്ഞല്ലോ. അതേപോലെ തന്നെ x + 4 + 2y. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം, 3x + 6 എന്നും x + 6 എന്നും എഴുതാം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, റഹീമിന്റെ പ്രായം എന്ന് പറഞ്ഞത് രാമുവിന്റെ പ്രായത്തിന്റെ ഇരട്ടി ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം ഇരട്ടി ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ ഇതിനെ മാറ്റി എഴുതാം, 3x + 6 is equal to x + 6 whole raised to 2. അല്ല, ഓൾ റേസ്ഡ് ടു അല്ല, ഇൻറ്റു 2 എന്ന് പറയാം. അതായത് ഇരട്ടി, രാമുവിന്റെ പ്രായത്തിന്റെ ഇരട്ടിയാണ് ഇപ്പോൾ റഹീമിന്റെ പ്രായം. അപ്പം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 3x + 6 = 2x + 12 എന്ന് വന്നു. ഇതിനെടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പം x is equal to 12 - 6 ആയി. അപ്പം x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 ആണ്. അപ്പം x ആരുടെ ആയിരുന്നു, രാമുവിന്റെ വയസ്സ്. എപ്പം, 4 വർഷം മുൻപത്തെ വയസ്സാണ് എത്ര, 6 എന്ന് പറയുന്നത്. അപ്പം ഇപ്പൊ എത്രയായിരിക്കും അപ്പൊ വയസ്സ് വരുന്നത്, 6 + 4 10 വയസ്സ്. അപ്പം ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ സി ആണ്. ഇനി അടുത്തത്, ഉചിതമായിട്ടുള്ള ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്, MARKയും അതേപോലെ തന്നെ PDUN-ഉമാണ്. ഓക്കെ, ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്, ഇതിൽ 2ന്റെ വ്യത്യാസമാണ് എല്ലാത്തിലും തമ്മിൽ വരുന്നത്. MNO കഴിഞ്ഞിട്ടാണ് P, ABC കഴിഞ്ഞിട്ട് D. അതാണ് ആ ഒരു 2ന്റെ വ്യത്യാസമാണ് ഇവരെല്ലാം തമ്മിൽ വന്നിട്ടുള്ളത്. അപ്പം അടുത്തത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, SCOR, STU കഴിഞ്ഞിട്ട് V, CDE കഴിഞ്ഞിട്ട് F. അങ്ങനെ വരുന്നത് ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ അതിൽ വരുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇനിയിപ്പോ OPQ കഴിഞ്ഞിട്ട് RST കഴിഞ്ഞിട്ട് VFRU എന്നതാണ് ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്തത് ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇത് കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ മാത്സ് അത്യാവശ്യം കുറച്ച് അറിയുന്ന ആളാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇതെല്ലാം തന്നെ 2, 3, 5 എല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. 4 മാത്രമേ ഇവിടെ പ്രൈം നമ്പർ അല്ല. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്തത്, 2 സംഖ്യകളിൽ ആദ്യത്തേത് രണ്ടാമത്തേതിന്റെ 5 ഇരട്ടിയാണ്. സംഖ്യകളുടെ തുക 96 ആയാൽ ചെറിയ സംഖ്യ കണ്ടെത്തുക എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പം എന്താണ്, 2 സംഖ്യകളിൽ ആദ്യത്തെ സംഖ്യ രണ്ടാമത്തേതിന്റെ 5 ഇരട്ടി. അപ്പം ആദ്യത്തെ സംഖ്യ x ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത്
5x ആണ്. ആൻഡ് ഇതിന്റെ രണ്ടിന്റെയും തുക എന്ന് പറയുന്നത് 96ആണ്. അപ്പൊ ഇത് സിമ്പിൾ ആയില്ലേ? അപ്പൊ 6x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 96ആയി. എക്സ് എന്ന് പറഞ്ഞാൽ 96 ഡിവൈഡഡ് ബൈ 6. അപ്പൊ എന്തായി? 16. എക്സ് ഇസ് ഈക്വൽ ടു 16. അപ്പം ഏറ്റവും ചെറിയ സംഖ്യയാണ് ചോദിച്ചിട്ടുണ്ടായത്. ചെറിയ സംഖ്യ എക്സ് ആണ്. അപ്പൊ എക്സ് 16 ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ദിശയുടെ ക്വസ്റ്റ്യൻ ആണ്. ഒരാൾ തന്റെ വീട്ടിൽ നിന്നും 300 മീറ്റർ തെക്കോട്ട് നടന്നു. പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ പോയ ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 200 മീറ്റർ സഞ്ചരിച്ച് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ നടന്നാൽ അയാൾ വീട്ടിൽ നിന്നും ഏത് ദിശയിൽ എത്ര അകലെയാണ് എന്നാണ് ചോദ്യമുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരാൾ എന്ത് ചെയ്തു? തന്റെ വീട്ടിൽ നിന്നും 300, നമുക്കറിയാം ഇതറിയാലോ, തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറാണ്. ഓക്കെ, അപ്പം ഒരാളുണ്ട്, അയാളുടെ വീടാണിത്. അവിടെ നിന്നും അദ്ദേഹം 300 മീറ്റർ എങ്ങോട്ട് നടന്നു? തെക്കോട്ട് നടന്നു. അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ്, അതായത് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് 100 മീറ്റർ നടന്നു. അവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് 200 മീറ്റർ നടന്നു. ആൻഡ് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞിട്ട് 100 മീറ്റർ നടന്നു. ഇനി വീട്ടിൽ നിന്നും അയാളുടെ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസും അതേപോലെ തന്നെ ഡയറക്ഷനുമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം 100 എന്ന് വന്നു. അപ്പം ഇവിടെ രണ്ട് ഭാഗത്തും അതേപോലെ തന്നെ സെയിം വാല്യൂസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പം 200 ഇവിടെ വരും. ഇവിടെ ഓൾറെഡി 300 ഉണ്ട്. അപ്പം 300 പ്ലസ് 200, ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 500 ആണ്. അപ്പം പിന്നെ വീട്ടിൽ നിന്നും ഏത് ദിശ എന്നാണ്. അപ്പം ഇവിടെ നിന്നും ഉള്ള ദിശ ഇങ്ങോട്ടാണ് നോക്കുന്നത്. അപ്പം 500 തെക്കാണ് അല്ലെ, 500 മീറ്റർ തെക്കായിട്ടാണ് ഇദ്ദേഹം ഉള്ളത് എന്നുള്ളത് നമുക്ക് കിട്ടി. അപ്പം ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ക്ലോക്കിലെ സമയം 5:10 ആയിട്ടില്ലെങ്കിൽ പ്രതിബിംബത്തിന്റെ സമയം എത്രയാണ് എന്നാൽ 5:10 എന്ന് പറയുന്നത് 11നെക്കാട്ടും ചെറിയ സംഖ്യ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 11:60 നിന്നും 5:10 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയം കിട്ടും. അത് എത്രയാണ്? അത് 6:50 ആണ് കേട്ടോ. 6:50 വരും. ഓക്കെ, ഇനി ഇംഗ്ലീഷ് ആണ് നോക്കുന്നത്. ഹി കെയിം ഏർലി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടാണ്. അപ്പൊ അതിനെപ്പോഴും നെഗറ്റീവ് ആയിരിക്കും വരിക. ഡിഡിൻ ഹി കെയിം എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റിലാണ്. അതുകൊണ്ട് നമുക്ക് പാസ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ടാഗ് ആണ് വേണ്ടത്. ഇനി ഇഫ് ഐ പ്രിപ്പയർഡ് വെൽ ഐ വുഡ് കംപ്ലീറ്റ് ദ പ്രൊജക്ട്. ഓക്കെ, ഇഫ് ഐ പ്രിപ്പയർഡ് വെൽ ഐ വുഡ് കംപ്ലീറ്റ് ദ പ്രൊജക്ട്. ചിലരൊക്കെ തന്നെ വുഡ് ഹാവിന്റെ ബാക്കിൽ പോയിട്ടുണ്ടായിരുന്നു. ഇഫ് ഐ ഹാഡ് എന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലാണ് നമ്മൾ ഇവിടെ വുഡ് ഹാവ് എന്ന് ഉപയോഗിക്കുക കേട്ടോ. ബാക്കി എല്ലാത്തിനും നമ്മൾ ഇവിടെ പാസ്റ്റ് ആണെങ്കിൽ ഇവിടെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുക. അടുത്തത് വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് വിത്ത് മീ യെസ്റ്റർഡേ എന്ന് ഇവിടെ കണ്ടാൽ തന്നെ നമുക്ക് ഓർത്തിരിക്കുക ഇത് പാസ്റ്റിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഇസും ഹാവും അവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. പിന്നെ ഉള്ളത് വാസും വേറുമാണ്. അപ്പൊ ഇതിന്റെ ഈ ഒരു ടേം എന്ന് പറയുന്നത് വൺ ഓഫ് മൈ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ ഓർത്തിരിക്കേണ്ടതെന്ന് പറയുന്നത് വൺ ഓഫ് മൈ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നത് അത് പ്ലൂറൽ നൗൺ ആയിരിക്കും. ഓക്കെ, പ്ലൂറൽ നൗൺ വരും. ആൻഡ് സിംഗുലർ വേർബും ആണ് വരിക. ഓക്കെ, പ്ലൂറൽ നൗണും സിംഗുലർ വേർബും ആണ് വരിക. അപ്പം ഇവിടെ പ്ലൂറൽ നൗൺ വന്നു. ഇതെപ്പോഴാണ് വേർ നമ്മൾ യൂസ് ചെയ്യുന്നത്? എപ്പോഴും എന്താ? പ്ലൂറലിന്റെ കൂടെയാണ് വേർ യൂസ് ചെയ്യുക. അപ്പം ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഇനി ഐ എം ഷുവർ ദാറ്റ് സംബഡി വാസ് സ്പൈയിങ് ഓൺ അസ് എന്ന് പറയും. ഓക്കെ, സ്പൈയിങ്ങിന്റെ കൂടെ എപ്പോഴും ഓൺ ആണ് യൂസ് ചെയ്യുന്നത്. ദേ സെഡ് വി അറൈവ് ലേറ്റ്. ചേഞ്ച് ദ സ്പീച്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദേ സെഡ് ദാറ്റ് ദേ ഹാഡ് അറൈവ്ഡ് എന്ന് പറയും. ഓക്കെ, ഹാഡ് അറൈവ്ഡ് ലേറ്റ്. ഓപ്ഷൻ സി ആണ് വരിക. വാട്ട് ഇസ് ദ സിനോണിം ഓഫ് ദ വേർഡ് റിസെംബ്ലൻസ്? റിസെംബ്ലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരേപോലെയുള്ളത് സിമിലർ എന്നതിനാണ് സിമിലാരിറ്റി എന്നാണ് വരുന്നത്. ഓക്കെ, ഇനി ഐഡന്റിഫൈ ദ മീനിങ് ഓഫ് ദ വേർഡ് എ പീസ് ഓഫ് കേക്ക്. ദാറ്റ് ഇസ് ജസ്റ്റ് എ പീസ് ഓഫ് കേക്ക്. അതായത് ഇറ്റ്സ് വെരി ഈസി, വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യത്തിനാണ് നമ്മൾ എന്ത് പറയുക? ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്നത്. ഇനി a ഗ്രൂപ്പ് ഓഫ് മങ്കീസ് നമ്മൾ പറയുന്നത് ട്രൂപ്പ് ഓഫ് മങ്കീസ് എന്നാട്ടോ. ട്രൂപ്പ് ഓഫ് മങ്കീസ് എന്ന് പറയുന്നത് ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ആണ് അല്ലെ. ഹേർഡ് ഓഫ് എന്താണ്? കാറ്റിൽസ് എന്ന് പറയും. ഒത്തിരി എണ്ണം ഉണ്ട്, ജസ്റ്റ് ഇത് ഓർത്തിരിക്കുക. സ്കൂൾ ഓഫ് എന്താണ് പറയാ? ഫിഷ്. സ്കൂൾ ഓഫ് ഫിഷ് എന്ന് പറയും. ഇനി ദ ഫിയർ ഓഫ് ദ ഡാർക്ക് ഇസ് നോൺ ആസ് നിക്ടോഫോബിയ ആണ് കേട്ടോ. നിക്ടോഫോബിയ ആണ് ഫിയർ ഓഫ് ദ ഡാർക്ക്. ഇനി ഫിയർ ഓഫ് എന്തായിരുന്നു? ക്ലോസ്ട്രോഫോബിയ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം. ഇനി റൈറ്റ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ആർട്ട് റിലേറ്റഡ് ടു ഡെക്കറേറ്റീവ് ആൻഡ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? കാലിഗ്രഫി ആണ് കേട്ടോ. കാലിഗ്രഫി ആണ്. അടുത്തത് ഒറ്റപ്പദം എഴുതുക. ഉണർന്നിരിക്കുന്ന അവസ്ഥയെ നമ്മൾ എന്ത് പറയും? ജാഗരം എന്നാണ് പറയുന്നത്. ജാഗരം. അടുത്തത് തിരുവടി എന്ന പദം പിരിച്ചെഴുതുക എന്നുള്ളതാണ്. അപ്പം തിരു പ്ലസ് അടിയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ആഗമിക്കാണ്. ഇപ്പൊ ഇത് ആഗമസന്ധിക്ക് ഒരു ഉദാഹരണം കൂടിയാണ് കേട്ടോ. തിരു പ്ലസ് അടി. ഇനി കുതികാൽ വെട്ടുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കുതികാൽ വെട്ടുക നമുക്കറിയാം വഞ്ചിക്കുകയാണ്. അതേപോലെ ആണ് ഉയർച്ച തടയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഓപ്ഷൻ 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പൂജക ബഹുവചനം. പൂജക ബഹുവചനം ഇല്ലാത്തൊരു മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ കാണാനില്ല. അതേതാണ്? വൈദ്യരാണ് കേട്ടോ. വൈദ്യരാണ്. ഇനി താഴെ കൊടുത്തിട്ടുള്ളതിൽ തെറ്റായിട്ടുള്ള പദം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ആദരാഞ്ജലി എന്നാണ് അല്ല പറയുന്നത്, നമ്മൾ ആദരാഞ്ജലി എന്നാണ് പറയുന്നത്. പ്രാചീനം എന്നതിന്റെ വിപരീത പദം എന്താണ്? അത് അർവാചീനമാണ്. ഓക്കെ, അർവാചീനം. മഞ്ഞ് എന്നർത്ഥം വരാത്ത പദം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിധനം ആണ് കേട്ടോ. നിധനമാണ്. ഇനി വിഗ്രഹിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് പാദപങ്കജം എന്ന് പറഞ്ഞാൽ എന്താണ്? പാദമാകുന്ന പങ്കജം എന്നാണ് പാദപങ്കജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം.
ഇനി ചേർത്ത് എഴുതുക. കടൽ പ്ലസ് പുറം എന്നുള്ളത് എന്താണ്? അത് കടപ്പുറം എന്നാണ് മാറുന്നത്. ഓപ്ഷൻ സി ആണ് വരുന്നത്. സോ ബാക്കി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ആയിട്ട് അടുത്ത് തന്നെ നമുക്ക് അടുത്തൊരു ക്ലാസ് ഇടാം കേട്ടോ.